രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം 50കളിലും 60കളിലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്നു കോൾഡ് വാർ, ശീതയുദ്ധം. ഇതിൽ സയൻസും ടെക്നോളജിയും ആർക്കാണ് കൂടുതൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റുക എന്നൊരു മത്സരം കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ മൈൽ സ്റ്റോൺ സോവിയറ്റിൻ്റെ ആയിരുന്നു, സ്പേസിലേക്ക്. പിന്നീട് സോവിയറ്റ് തന്നെയാണ് ആദ്യമായി മനുഷ്യനെയും സ്പേസിലേക്ക് അയച്ചത്. യൂറി ഗഗാറിനായിരുന്നു ആ വ്യക്തി. സോവിയറ്റിൻ്റെ ഈ കുതിച്ചുചാട്ടങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു അമേരിക്ക ചന്ദ്രനിലേക്ക് നോട്ടമിട്ടത്. No nation which expects to be the leader of other nations can expect to stay behind. We choose to go to the moon. 69-ൽ അവരുടെ പരിശ്രമങ്ങളുടെ ഫലമായി നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി. ഇതിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്താണെന്ന് വെച്ചാൽ 60കളിലെ ടെക്നോളജി കൊണ്ട്, അതായത് ഒരു കമ്പ്യൂട്ടറിന് ഇന്നത്തെ സ്മാർട്ട് ഫോണിൻ്റെ പവർ പോലും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി നടന്നു എന്നുള്ളതാണ്. അപ്പോളോ പ്രോജക്റ്റ് എന്നും അപ്പോളോ മിഷൻസ് എന്നും വിളിച്ചിരുന്ന ഈ യാത്രകൾ 72 വരെ തുടർന്നു. എല്ലാ അപ്പോളോ മിഷൻസും ഭൂമിയുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന നിയർ സൈഡ് എന്ന് പറയുന്ന വെളിച്ചമുള്ള ചന്ദ്രൻ്റെ ഭാഗത്താണ് ഇറങ്ങിയത്. അതിൻ്റെ പ്രധാന കാരണം കമ്മ്യൂണിക്കേഷനായിരുന്നു. ഫാർ സൈഡ്, അതായത് ഇരുണ്ട നിറം, സൂര്യവെളിച്ചം ഇന്നേ വരെ ഏറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചന്ദ്രൻ്റെ മറുവശം, അവിടെ ഇറങ്ങിയാൽ ഭൂമിയുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. 60കളിലെ സാറ്റലൈറ്റ് ടെക്നോളജി ഇത്രയ്ക്ക് വളർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലിറങ്ങിയ 12 പേരുടെയും സുരക്ഷയായിരുന്നു ഏറ്റവും പ്രധാന ആവശ്യം. ഈ ടെക്നോളജിയുടെ പരിമിതി കൊണ്ടും റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അപ്പോളോ മിഷൻസ് യാത്രികരെല്ലാം നിയർ സൈഡിലാണ് ഇറങ്ങിയത്. 72-ന് ശേഷം 50 വർഷങ്ങൾ കഴിഞ്ഞു നമുക്ക് പിന്നീട് ആർട്ടിമിസ് പ്രോഗ്രാം എന്ന ചന്ദ്രനിലേക്ക് യാത്ര എന്നൊരു തുടർച്ച നമുക്ക് കിട്ടാൻ. ഇക്കുറി അത് പക്ഷേ ഒരു മത്സരമേ അല്ല. സോവിയറ്റ് യൂണിയൻ ഇന്നില്ല, കോൾഡ് വാർ ഇല്ല. മാത്രമല്ല മറ്റു പല സ്പേസ് ഏജൻസികളും നാസയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരുപാട് പ്രോജക്റ്റുകളും മിഷൻസും പ്ലാൻ ചെയ്യുന്നത്. നിലനിൽപ്പിൻ്റെയും ഇനിയും ദൂരഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളുമൊക്കെ സ്പേസ് ഏജൻസികൾക്ക് ഇന്നുണ്ട്. അതിന് തന്നെ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം ആദ്യം ചന്ദ്രനിലേക്കും പിന്നീട് മാർസ്, ചൊവ്വയിലേക്കും പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. അതിനുള്ള ഇൻസ്പിറേഷൻ കൂടിയാണ്. രണ്ടായിരത്തി 22-ലാണ് ആദ്യമായി ആർട്ടിമിസ് മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. ആർട്ടിമിസ് 1 എന്ന് വിളിക്കുന്ന മിഷൻ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വന്നു. മനുഷ്യരില്ലാതെയാണ് ആർട്ടിമിസ് 1 മിഷൻ പോയത്. അത് ഇന്നത്തെ ടെക്നോളജി എത്രത്തോളം യൂസ്ഫുള്ളും റിലയബിളുമാണെന്ന് മാത്രമാണ് ടെസ്റ്റ് ചെയ്തത്. 72-ൽ പോയതല്ലേ, അപ്പോൾ ഇപ്പോഴും യൂസ്ഫുള്ളും റിലയബിളും ആവണ്ടേ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം 72-ലെ ഒരു ടെക്നോളജി പോലും നമ്മളിന്ന് ഉപയോഗിക്കുന്നില്ല. പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളും യൂസ്ഫുൾ ആണോ റിലയബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ആർട്ടിമിസ് 1 മിഷനിൽ ചില പ്രധാന പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചിലത് പരിഹരിച്ചിട്ടുമില്ലായിരുന്നു. എന്നിട്ടും ആർട്ടിമിസ് 2-ൽ 4 ആസ്ട്രോനോട്ട്സിനെയും കൊണ്ട് ചന്ദ്രനിലേക്ക് നാസ മിഷൻ ലോഞ്ച് ചെയ്തു. ഏപ്രിൽ 1-നായിരുന്നു ഈ മിഷൻ. 60-70 കാലഘട്ടത്തിന് വിപരീതമായിട്ട് ഈ വട്ടം ഒരു സ്ത്രീയെയും അവർ ഉൾപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, ഒരു കറുത്ത വർഗ്ഗക്കാരനും അമേരിക്കക്കാരനല്ലാത്ത ഒരാളും കൂടെ ഈ ക്രൂവിൽ ഉണ്ടായിരുന്നു. ആർട്ടിമിസ് 2-ൽ നമുക്ക് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി യാത്ര ചെയ്ത 4 പേരെയും അവരെടുത്ത ഫോട്ടോസും ചില വീഡിയോസുമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് കാരണം. യു ആർ വാച്ചിങ് ബീയിങ് ക്യൂരിയസ്. ആർട്ടിമിസ് 2-ൻ്റെ കമാൻഡർ റീഡ് വൈസ്മൻ ആയിരുന്നു. 165-ലധികം ദിവസം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇദ്ദേഹം താമസിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ആർട്ടിമിസ് 2-ൻ്റെ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, ഇദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനാണ്. 168-ലധികം ദിവസം സ്പേസിൽ തങ്ങിയ വ്യക്തി കൂടിയാണ്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനെ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് 2026-ലും വലിയൊരു ന്യൂസാണ്. ക്രിസ്റ്റീന കൂക്ക് 328 ദിവസം സ്പേസിൽ തങ്ങിയ വ്യക്തിയാണ് ക്രിസ്റ്റീന കൂക്ക്. ഒറ്റയ്ക്ക് ഏറ്റവും അധികം കാലം സ്പേസിൽ താമസിച്ച സ്ത്രീ എന്ന റെക്കോർഡും സ്വന്തമായിട്ടുള്ള ഇവർ ചന്ദ്രനെ ചുറ്റിപ്പറന്ന ആദ്യത്തെ സ്ത്രീ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കി ആർട്ടിമിസ് 2-ലൂടെ.
ഇതാണ് അമേരിക്കക്കാരനല്ലാത്ത ആസ്ട്രോനോട്ട് ജെറമി ഹാൻസൺ. കാനഡയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പേസ് ഫ്ലൈറ്റ് കൂടെയാണ് ആർട്ടിമിസ് 2. ആദ്യത്തെ സ്പേസ് ഫ്ലൈറ്റിൽ തന്നെ ചന്ദ്രൻ്റെ അടുത്തേക്ക് പോകാൻ സാധിച്ച ഇദ്ദേഹം ഒരു ആസ്ട്രോനോട്ട് ട്രെയിനറാണ്. ഇവർ സഞ്ചരിച്ച സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS എന്ന റോക്കറ്റ് ഇന്ന് വരെ മനുഷ്യനെയും കൊണ്ട് ബഹിരാകാശത്തേക്ക് പോയ ഏറ്റവും വലിയ സ്പേസ് ക്രാഫ്റ്റാണ്. ഒറായൺ എന്ന ക്യാപ്സ്യൂളിനെയും വഹിച്ചുകൊണ്ടാണ് SLS ഭൂമി വിട്ടത്. ലോഞ്ച് ചെയ്ത് 8.5 മിനിറ്റിൽ SLS ലോ എർത്ത് ഓർബിറ്റ് എന്നറിയപ്പെടുന്ന ഭൂമിക്ക് മുകളിൽ 2000 കിലോമീറ്ററിൽ താഴെ മാത്രം വരുന്ന ഓർബിറ്റാണിത്. ഒറായൺ സ്പേസ് ക്രാഫ്റ്റിന് ആർട്ടിമിസ് 2 ഒരു ഓമന പേരിട്ടു, ഇൻറ്റഗ്രിറ്റി. പിന്നീട് ലോ എർത്ത് ഓർബിറ്റിൽ നിന്നും 24 മണിക്കൂർ കൊണ്ട് ഇൻറ്റഗ്രിറ്റിയിലെ എല്ലാ ടെക്നോളജിയും, എല്ലാ സിസ്റ്റംസും, എല്ലാ ഫങ്ഷൻസും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കി 24 മണിക്കൂർ കൊണ്ട് ഹയർ എർത്ത് ഓർബിറ്റ് എന്നറിയപ്പെടുന്ന ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഇൻറ്റഗ്രിറ്റി എത്തി. പിന്നീട് നാസയിലെ കമാൻഡ് സെൻറ്ററിൽ നിന്നും ക്ലിയറൻസ് കിട്ടാൻ അവർ കാത്തിരുന്നു. ഇപ്പോൾ ചന്ദ്രൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊരു റോക്കറ്റ് വിട്ടാൽ റോക്കറ്റ് അവിടെ എത്തുമ്പോഴേക്കും ചന്ദ്രൻ സ്ഥലം വിട്ട് കാണും. പ്രകാശവേഗത്തിൽ, അതായത് മണിക്കൂറിൽ 3 ലക്ഷം കിലോമീറ്ററിൽ സഞ്ചരിച്ചാൽ പോലും ചന്ദ്രനിലേക്ക് എത്താൻ 1 സെക്കൻഡിൻ്റെ മുകളിൽ സമയം വേണം. അതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി പ്രവചിക്കാൻ നാസയിലെ കമാൻഡ് സെൻറ്ററിന് സാധിക്കണമായിരുന്നു. ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം ലൂണാർ ഇഞ്ചക്ഷൻ ബേൺ എന്നറിയപ്പെടുന്ന ഇൻറ്റഗ്രിറ്റിയുടെ തന്നെ ഫ്യൂൽ ഉപയോഗിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നും ദൂരേക്ക് പോകാനുള്ള മെന്യൂവർ ഇൻറ്റഗ്രിറ്റി ആരംഭിച്ചു. മണിക്കൂറിൽ 36,500 കിലോമീറ്റർ ആയിരുന്നു തുടക്കത്തിൽ ഇൻറ്റഗ്രിറ്റിയുടെ വേഗത. ഏകദേശം 5 ദിവസം എടുത്തു ചന്ദ്രനിലെത്താൻ. നമ്മൾ പൊതുവെ കാണുന്ന ഭൂമിയും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോസ് ഒന്നും ശരിക്കുള്ള ദൂരമല്ല കാണിക്കാറുള്ളത്. ബ്ലൂ മാർബിൾ എന്ന് പേരിട്ടിട്ടുള്ള ഒരു പറ്റം ഫോട്ടോസിലെ ഏറ്റവും പുതിയ ഒന്നാണിത്. ഭൂമിയെ അതിൻ്റെ തനത് രൂപത്തിൽ, കൃത്യമായി പറഞ്ഞാൽ ഒബ്ലേറ്റ് സ്ഫിറോയിഡ്, ധ്രുവങ്ങളിൽ പരന്നതും മധ്യഭാഗത്ത് വീർത്തതുമായ ഭൂമിയുടെ രൂപം കാണാൻ പറ്റുന്ന ഫോട്ടോ ആണിത്. ഈ ചിത്രത്തിൻ്റെ പിറകുവശത്താണ് സൂര്യൻ. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയാണ്. എന്നിട്ടും ഇത്രയും വെളിച്ചം എവിടെ നിന്ന് വന്നു? അതിനുള്ള കാരണം തൊട്ടപ്പുറത്ത് ചന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ആർട്ടിമിസ് 2 ക്ലിയറൻസ് കിട്ടുന്ന സമയത്ത് പൗർണമിയായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലാവുള്ള ഭൂമിയാണ്. ഒരു നിക്കോൺ D5 ക്യാമറയിലെടുത്ത ഈ ഫോട്ടോയിൽ മറ്റു ചില പ്രതിഭാസങ്ങളും കാണാം. ഭൂമിയിലിരിക്കുമ്പോൾ മുകളിൽ താഴെ, നോർത്ത് സൗത്ത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ ഫോട്ടോയിൽ നമ്മൾ സൗത്ത് എന്ന് സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന അന്റാർട്ടിക്ക മുകളിലാണ്, ആർട്ടിക് താഴെയും. ഇടതുവശത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയാണ്. മരുഭൂമി എന്ന് തോന്നിക്കുന്ന ഭാഗം സഹാറയാണ്. ആഫ്രിക്കയുടെ തൊട്ടു താഴെ, ഭൂമിയിലിരുന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ തൊട്ടുമുകളിൽ മെഡിറ്ററേനിയൻ സീയും യൂറോപ്പിലേക്കുള്ള ഇടനാഴിയും കാണാം. ഈ ഫോട്ടോയുടെ വലതുവശത്താണ് സൗത്ത് അമേരിക്ക. പച്ചപ്പ് നിറഞ്ഞ കോസ്റ്റൽ റീജിയൻസിൽ ഒരുപാട് ലൈറ്റുള്ള ഒരു പ്രദേശമാണ് സൗത്ത് അമേരിക്ക. സോളാർ ഫ്ലെയർ അല്ലെങ്കിൽ സോളാർ വിൻഡ്, സൗരക്കാറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന സൂര്യനിൽ നിന്നും ശക്തിയായി പുറപ്പെടുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാരണം ഭൂമിയുടെ ധ്രുവങ്ങളിൽ അന്റാർട്ടിക്കയുടെ മുകളിലും ആർട്ടിക്കിൻ്റെ മുകളിലും ഓറോറ ബോറിയാലിസ് എന്നൊരു പ്രതിഭാസം കാണാം. ഓക്സിജനും നൈട്രജനും ഭൂമിയുടെ തന്നെ മാഗ്നറ്റിക് പോൾസും എല്ലാം ഇടകലർന്നുണ്ടാക്കുന്ന ഒരു വർണ്ണപ്രപഞ്ചമാണ് ഓറോറ ബോറിയാലിസ്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു നേർത്ത ഓറഞ്ച് യെല്ലോ ഗ്ലോ കാണാം. ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിയോർസിൽ നിന്നും വന്ന ഫ്രീ സോഡിയം ആറ്റംസ് ആണ്. ഇതുണ്ടാക്കുന്ന കെമി ലൂമിനസെൻസ് ആണ് ഈ യെല്ലോ ഓറഞ്ച് പ്രതിഭാസത്തിന് കാരണം. സൂര്യൻ പിറകുവശത്തല്ലായിരുന്നെങ്കിൽ, അന്ന് പൗർണമിയല്ലായിരുന്നെങ്കിൽ ഈ നക്ഷത്രങ്ങളെയും ഇങ്ങനെയൊരു ഭൂമിയെയും നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ എന്ന സംശയമാണ്. മിഷൻ്റെ 3-ാം ദിവസം തൊട്ട് ഭൂമി ചെറുതായിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാറില്ലേ? ഏപ്രിൽ 6-ാം തീയതി ആകുമ്പോഴേക്കും ആ ചിരികൾക്കും ആ കണ്ണുകൾക്കും കാരണമായ ക്രേറ്റേഴ്സ് കാണാൻ തുടങ്ങിയിരുന്നു ആർട്ടിമിസ് ക്രൂ. ലക്ഷക്കണക്കിന് വർഷങ്ങളായി വീണുകൊണ്ടിരിക്കുന്ന മീറ്റിയോഴ്സ് കാരണം ഉണ്ടായ ഈ കുഴികൾ, അത് മാഞ്ഞു പോകാൻ ഭൂമിയിലത്തേതുപോലെ യാതൊരു പ്രക്രിയയും അവിടെ നടക്കുന്നില്ല. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്ന ഭൂമിയിൽ ഭൂകമ്പങ്ങൾക്കും മറ്റും കാരണമാവുന്ന ഒരു പ്രതിഭാസവും ചന്ദ്രനിൽ ഇന്നില്ല. പണ്ടെങ്ങോ കുറച്ച്
അഗ്നിപർവ്വതങ്ങളുണ്ടായിരുന്നു. ചന്ദ്രൻ ഇന്ന് ശരിക്ക് തണുത്തുറഞ്ഞ ഒരു കല്ലാണ്. ആർടെമിസ് ക്രൂ ചന്ദ്രൻ്റെ 6500 കിലോമീറ്ററോളം അടുത്തേ എത്തിയിട്ടുള്ളൂ. ഈ കാണുന്ന ക്രേറ്റേഴ്സ് എല്ലാം വളരെ വളരെ വലിയ കുഴികളാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചില കുഴിയാനകൾ ഉണ്ടാക്കിയതുപോലെ തോന്നുന്ന ഈ ഭാഗം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണ്. ഏപ്രിൽ 6-ാം തീയതി ആർടെമിസ് ക്രൂ ചന്ദ്രനെ ഫാർ സൈഡ് വഴി, അതായത് വെളിച്ചമെത്താത്ത വഴി കറങ്ങി വരാൻ റെഡിയായി. അപ്പോളോ മിഷൻസിൽ യാത്ര ചെയ്ത മനുഷ്യരെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിച്ച ആദ്യത്തെ സ്പേസ് ഫ്ലൈറ്റാണ് ആർടെമിസ് 2. ആകെ 7 മണിക്കൂറായിരുന്നു ഫ്ലൈ ബൈ. അതിൽ തന്നെ 40 മിനിറ്റ് ഭൂമിയുമായി ഒരു കമ്മ്യൂണിക്കേഷനും ആർടെമിസ് 2 ക്രൂവിന് സാധിക്കില്ല. ആർടെമിസ് 2 ക്രൂവിൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ ചന്ദ്രൻ ഇരുന്നതുകൊണ്ട് അവർക്ക് ഭൂമിയിലില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് മാത്രമായി ഒരു സോളാർ എക്ലിപ്സ് കാണാൻ സാധിച്ചു. ഭൂമിയിലെ ഇന്ന് വരെ ഒരു മനുഷ്യനും കാണാൻ സാധിക്കാത്ത ഒരു ഫോട്ടോ ആർടെമിസ് 2-ന് കിട്ടി. നമ്മൾ ഭൂമിയിലിരുന്നാൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചന്ദ്രൻ്റെ ഫാർ സൈഡിൻ്റെ ഈ ഫോട്ടോ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടുകളിലൊന്നാണ്. ഈ ചിത്രത്തിൽ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ചില രഹസ്യങ്ങളുമുണ്ട്. ചിത്രത്തിൻ്റെ വലതുവശത്ത് നമുക്ക് 3 പ്ലാനറ്റ്സിനെ കാണാം. സാറ്റേണും മാർസും വീനസും ഈ ഫോട്ടോ എടുത്തതിന് സാക്ഷിയാണ്. ചന്ദ്രൻ്റെ പിറകിലിരിക്കുന്ന വെളിച്ചം അത് സൂര്യൻ്റേതാണ്. എന്നാൽ ചന്ദ്രൻ്റെ ഇടതുവശത്ത് ഭൂമിയിൽ നിലാവുള്ളതുപോലെ ഒരു വെളിച്ചം കാണാം. അത് ഭൂമിയിൽ നിന്നാണ്. ഫാർ സൈഡിൽ സൂര്യൻ്റെ വെളിച്ചം നേരിട്ടെത്തിയില്ല എന്നുള്ളതാണ് സത്യം. സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് ഫാർ സൈഡിൽ എത്തിയിട്ടുണ്ടാവണം. 7 മണിക്കൂർ ഫ്ലൈ ബൈ കഴിഞ്ഞ് എർത്ത് റൈസ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന മറ്റൊരു ഫോട്ടോ നമുക്ക് ലഭിച്ചു. പക്ഷേ ചന്ദ്രനിൽ ഇരുന്നു കൊണ്ട് എർത്ത് റൈസും എർത്ത് സെറ്റും കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ ഭൂമിയെപ്പോലെ കറങ്ങുന്നില്ല എന്നുള്ളതാണ് കാരണം. ആർടെമിസ് 2 ക്രൂ ചന്ദ്രന് ചുറ്റും വലം വെച്ചതുകൊണ്ടാണ് ഈ എർത്ത് റൈസ് ഫോട്ടോ നമുക്ക് ലഭിച്ചത്. ആർടെമിസ് 2 എടുത്ത ചിത്രങ്ങളിൽ ചന്ദ്രന് തിളക്കം കുറവുള്ളതായിട്ട് തോന്നാം. ഇതിനുള്ള കാരണം ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, കോടിക്കണക്കിന് വർഷങ്ങളായി പതിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിയോഴ്സ് കാരണം റഗോലിത്ത് എന്ന് പറയുന്ന സൂക്ഷ്മമായ ചാരനിറമുള്ള പൊടി ആണെങ്കും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ തിളങ്ങുന്നതായി നമുക്ക് തോന്നുന്നതാണ്. ഇരുണ്ട ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺട്രാസ്റ്റ് കൂടുന്നതുകൊണ്ട് മാത്രമാണ്. 10 ദിവസം കൊണ്ട് 10 ലക്ഷത്തിലധികം കിലോമീറ്റർ സഞ്ചരിച്ച് ആർടെമിസ് 2 ക്രൂ തിരിച്ചെത്തുമ്പോൾ അവർ കളക്ട് ചെയ്ത ഡേറ്റ, അവരെടുത്ത ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ആർടെമിസിൻ്റെ ഇനിയുള്ള യാത്രകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പറയാതെ വയ്യ. അമേരിക്കയിലെ നാസയും കാനഡയിലെ സ്പേസ് ഏജൻസിയും നടത്തിയ ഒരു മിഷനാണെങ്കിലും അവരിത് നടത്തിയത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ്. വെറും വാക്കിലൊരു നന്ദി പറഞ്ഞാൽ മതിയാവില്ലെങ്കിലും ആർടെമിസ് 2 ക്രൂവിനും നാസയ്ക്കും മറ്റു സ്പേസ് ഏജൻസികൾക്കും ഇവരെ സപ്പോർട്ട് ചെയ്ത ഗവൺമെൻറ്റുകൾക്കും നന്ദി. ആർടെമിസ് 2-നെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു.